ഗ്രീഷ്മയ്ക്ക് കുറ്റവാളി പശ്ചാത്തലം ഇല്ല എന്നുള്ള പ്രതിഭാഗത്തിന്റെ വാദം ഒരു തരത്തിലും കണക്കിലെടുക്കാൻ കഴിയില്ല എന്ന് കോടതി പറഞ്ഞു. കേസിലെ രണ്ടാം പ്രതിയും ഗ്രീഷ്മയുടെ അമ്മാവനുമായ നിർമ്മലകുമാരൻ നായരെ 3 വർഷം തടവിനും കോടതി ശിക്ഷിച്ചു. മൂന്നാം പ്രതിയും ഗ്രീഷ്മയുടെ അമ്മയുമായ സിന്ധുവിനെ തെളിവുകളില്ല എന്ന കാരണത്താൽ കോടതി നേരത്തെ വെറുതെ വിട്ടിരുന്ന കാര്യം ഓർമ്മിക്കുക. കൊലപാതകം ചെയ്യാൻ ഗ്രീഷ്മയെ സഹായിച്ചു എന്നതായിരുന്നു അമ്മ സിന്ധുവിനെതിരെയും അമ്മാവൻ നിർമ്മൽ കുമാറിനെതിരെയുമുള്ള കുറ്റം. 586 പേജുള്ള വിധി പ്രസ്താവം. ദൃക്സാക്ഷികളില്ലാത്ത ഒരു കേസ്. ആ കേസിനെ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അതിസമർത്ഥമായി കൂട്ടിക്കെട്ടിക്കൊണ്ട് പ്രതി ഗ്രീഷ്മ കുറ്റം ചെയ്തതായി തെളിയിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു എന്ന് പറഞ്ഞ കോടതി പോലീസിനെ ഇക്കാര്യത്തിൽ അഭിനന്ദിക്കുകയും ചെയ്തു. പ്രോസിക്യൂഷനും പ്രതിഭാഗവും 3 ദിവസം നീണ്ട അന്തിമവാദങ്ങൾ നടത്തിയിരുന്ന കാര്യം ഓർക്കുക. 1ഉം 2ഉം പ്രതികളായിട്ടുള്ള ഗ്രീഷ്മയും അമ്മാവനും കുറ്റക്കാരാണ് എന്ന് കോടതി കഴിഞ്ഞ ദിവസം തന്നെ കണ്ടെത്തിയിരുന്നു. ഗ്രീഷ്മയ്ക്ക് പരമാവധി ശിക്ഷയായ വധശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. ഈ കേസ് അപൂർവങ്ങളിൽ അപൂർവമാണ് എന്ന് ശിക്ഷാവിധിക്ക് മുന്നോടിയായിട്ടുള്ള അന്തിമവാദത്തിൽ പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞിരുന്ന കാര്യം ഓർമ്മിക്കുക. ആൺ സുഹൃത്തായ ഷാരോൺ രാജിനെ ഗ്രീഷ്മ കഷായത്തിൽ കളനാശിനി കലർത്തി നൽകി കൊലപ്പെടുത്തിയെന്നതായിരുന്നു കുറ്റപത്രം. 2022 ഒക്ടോബർ മാസം കേസിനാസ്പദമായ സംഭവം നടന്നു. ഒക്ടോബർ 14-ാം തീയതി ഷാരോൺ രാജിനെ ഗ്രീഷ്മ വിഷം കലർത്തിയ കഷായം നൽകി കൊലപ്പെടുത്തി എന്നുള്ള കേസ്. ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഒക്ടോബർ 25-ാം തീയതി ഷാരോൺ രാജ് മരിച്ചു. പാറശാലയ്ക്ക് സമീപം സമുദായപ്പറ്റ് JP ഭവനിൽ ജയരാജിന്റെ മകനായിട്ടുള്ള ഷാരോൺ നെയ്യൂർ ക്രിസ്ത്യൻ കോളേജ് ഓഫ് അലൈഡ് ഹെൽത്തിൽ BSc റേഡിയോളജി അവസാന വർഷ വിദ്യാർത്ഥിയായിരുന്നു ഷാരോൺ. 2022 ഒക്ടോബർ 14-ന് ഷാരോൺ സുഹൃത്ത് റെജിനൊപ്പമാണ് ഗ്രീഷ്മയുടെ കന്യാകുമാരിയിലെ വീട്ടിലെത്തിയത്. ആ വീട്ടിൽ വെച്ച് ഗ്രീഷ്മ ഷാരോണിന് കളനാശിനിയായ പാരക്വറ്റ് ലയിപ്പിച്ച കഷായം നൽകി. ആ കഷായം കൊടുത്ത ശേഷം അതിൻ്റെ കയ്പ് മാറുന്നതിന് വേണ്ടി ജ്യൂസ് കൊടുത്തു. തൊട്ടു പിന്നാലെ ഷാരോൺ മുറിയിൽ ഓക്കാനിച്ചു ഛർദ്ദിച്ചു. കൂട്ടുകാരനൊപ്പം ബൈക്കിൽ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലും പലതവണ ബൈക്ക് നിർത്തി ഛർദ്ദിക്കേണ്ടി വന്നു. ഛർദ്ദിക്കുകയും അങ്ങേയറ്റം പരവശനാവുകയും ചെയ്ത ഷാരോൺ പാറശാല ജനറൽ ആശുപത്രിയിലെ ചികിത്സ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയെങ്കിലും അടുത്ത ദിവസം വായ്ക്കകത്ത് മുറിവുകളും വ്രണങ്ങളും ഉണ്ടായതിനെ തുടർന്ന് വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. അങ്ങനെ പ്രവേശിപ്പിക്കപ്പെട്ടപ്പോഴാണ് ഷാരോണിന്റെ വൃക്കയും കരളും ശ്വാസകോശവും എല്ലാം ഇനി തിരിച്ച് പൂർവ്വസ്ഥിതി പ്രാപിക്കാൻ കഴിയാത്ത രീതിയിൽ തകരാറിലായി എന്നുള്ള കാര്യം മനസ്സിലാക്കപ്പെടുകയും ചികിത്സയിലിരിക്കെ മരിക്കുകയും ചെയ്തത്. കോളേജിലേക്കുള്ള ബസ് യാത്രകൾക്കിടെയാണ് ഷാരോണും ഗ്രീഷ്മയും പരിചയപ്പെട്ടിരുന്നത് എന്ന കാര്യം ഓർമ്മിക്കുക. 2021 ഒക്ടോബർ മുതലാണ് അങ്ങനെ ഇരുവരും പ്രണയത്തിലായത് എന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. അതിനെ ഇനി പ്രണയം എന്ന വാക്ക് ഉപയോഗിച്ച് എങ്ങനെ വിശേഷിപ്പിക്കാൻ കഴിയുമെന്നുള്ളത് സ്വാഭാവികമായും സംശയമാണ്. ഷാരോണിന്റെ ഭാഗത്തുണ്ടായിരുന്നത് പ്രണയമാണ് എന്ന് പറയാം. ഗ്രീഷ്മയുടെ ഭാഗത്തുണ്ടായിരുന്നതിനെ പ്രണയം എന്ന് നമ്മൾക്ക് വിശേഷിപ്പിക്കാൻ കഴിയുമോ? 2022 മാർച്ച് മാസം 4-ാം തീയതി പട്ടാളത്തിൽ ജോലിയുള്ള ഒരാളുമായി ഗ്രീഷ്മയുടെ കല്യാണം ഉറപ്പിക്കപ്പെടുന്നു. ഗ്രീഷ്മയുടെ ആദ്യ ഭർത്താവ് മരിച്ചു പോകുമെന്ന് ജോൽസിന്റെ പ്രവചനമുണ്ടായിരുന്നത് കാര്യം കൂടി ഓർമ്മിക്കുക. അന്ധവിശ്വാസം ഈ ഒരു കുറ്റകൃത്യത്തിൽ എത്രത്തോളം പ്രധാനപ്പെട്ടതായിരുന്നു എന്നുള്ളതും ഏറ്റവും പ്രാധാന്യത്തോടു കൂടി കാണേണ്ടതാണ്. അന്ധവിശ്വാസങ്ങളും സമാധികളും കല്ലറകളും എല്ലാം കേരളത്തിൽ വീണ്ടും വീണ്ടും സജീവമാവുകയും അതിൻ്റെ പിറകെ ആളുകൾ പോവുകയും ചെയ്യുമ്പോൾ ഓർമ്മിക്കുക, ആദ്യ ഭർത്താവ് മരിച്ചു പോകുമെന്നുള്ള ജോൽസിന്റെ അന്ധവിശ്വാസ പ്രവചനം, ആ പ്രവചനം ഈ ഒരു കുറ്റകൃത്യത്തിൽ എത്രത്തോളം വലിയ ഭീകരതയായി പ്രവർത്തിച്ചു എന്നുകൂടി ആലോചിക്കേണ്ടതുണ്ട്. വിവാഹം ഉറപ്പിച്ചതിന് ശേഷം ഷാരോണിന്റെ വീട്ടിൽ വെച്ച് രണ്ടുപേരും താലി കെട്ടുന്നു. പിന്നീട് വെട്ടുകാട് പള്ളിയിൽ വെച്ചും ഒരു താലികെട്ടൽ നടത്തുന്നു. തൃപ്പരപ്പിലുള്ള ഒരു ഹോട്ടലിൽ മുറിയെടുക്കുന്നു. ഇരുവരും ശരീരം കൊണ്ട് സ്നേഹിച്ചു എന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. എന്നാൽ പുതിയ വിവാഹാലോചനയ്ക്ക് പിന്നാലെ ഈ ഒരു ബന്ധം ഉപേക്ഷിക്കാൻ ഗ്രീഷ്മ ശ്രമിക്കുകയാണ്. പക്ഷേ വിട്ടുപോകാൻ ഷാരോണിന് താല്പര്യമുണ്ടായിരുന്നില്ല. അകലുന്നതിന് വേണ്ടി പലതരത്തിലുള്ള ശ്രമങ്ങളും ഗ്രീഷ്മ ചെയ്യുന്നു. പക്ഷേ അകലാൻ കഴിയാത്ത വിധം അത്രമേൽ ആത്മാവ് കൊണ്ട് അടുത്തുപോയി എന്ന് ഷാരോൺ പറയുന്നു. അതിൻ്റെ പിന്നാലെയാണ് ഗ്രീഷ്മ ഇവനെ കൊല്ലുക തന്നെ ചെയ്യണമെന്നുള്ള രീതിയിൽ കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നത്. ആ ആസൂത്രണം ചെയ്ത് നടപ്പാക്കപ്പെട്ട കൊലപാതകം ഇപ്പോൾ ഇതാ ഗ്രീഷ്മയുടെ വധശിക്ഷയിലേക്ക് നയിക്കപ്പെടുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലത്തെ വാർത്ത എന്ന് പറയുന്നത്. എന്തായാലും ഷാരോൺ രാജ് കൊലക്കേസിൽ കേരള പോലീസിനെ കോടതി ഹൃദയപൂർവ്വം അഭിനന്ദിച്ചിരിക്കുകയാണ്. ഒട്ടും തന്നെ ദൃക്സാക്ഷികളില്ലാത്ത ഒരു കേസ്, സാഹചര്യ തെളിവുകൾ മാത്രം. ആ സാഹചര്യ തെളിവുകളെ അതിസമർത്ഥമായിട്ട് കൂട്ടിക്കെട്ടിക്കൊണ്ട്
കുറ്റം ചെയ്തു ഗ്രീഷ്മ എന്ന് തെളിയിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. മാറിയ കാലത്തിന്റെ സാമൂഹ്യ മാധ്യമത്തിന്റെ കാലഘട്ടത്തിലെ സാങ്കേതികത ഉപയോഗിച്ചുള്ള അതിസമർത്ഥമായിട്ടുള്ള അന്വേഷണമാണ് അന്വേഷണ സംഘം നടത്തിയത് എന്ന് കോടതി സൂചിപ്പിച്ചിരിക്കുന്നു. എന്നാണോ ആദ്യത്തെ കുറ്റകൃത്യം ചെയ്തത് അന്ന് മുതൽ പോലീസ് പിടിക്കുന്നത് വരെ തെളിവുകൾ താൻ തന്നെ ചുമന്നു നടക്കുകയാണ് എന്ന് പ്രതി അറിഞ്ഞിരുന്നില്ല എന്ന് കോടതി വിധിയിൽ വ്യക്തമാക്കിയിരിക്കുന്നു. ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരിൽ ആരെങ്കിലും കുറ്റകൃത്യ മനസ്സുള്ളവരുണ്ടെങ്കിൽ, ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യത്തെ ആസൂത്രണം ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഓർക്കുക, ഈ നവസാങ്കേതിക വിദ്യയുടെ കാലഘട്ടത്തിൽ ഏത് കുറ്റകൃത്യം ചെയ്യുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്കെതിരായിട്ടുള്ള തെളിവുകളുടെ ഭാണ്ഡം നിങ്ങളുടെ ശിരസിന് മുകളിൽ പടുത്തുയർത്തപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം ഈ കേസിലും കോടതി അത് തന്നെയാണ് പറയുന്നത്. ഷാരോൺ കൊലക്കേസുമായി ബന്ധപ്പെട്ട് സമാനതകളില്ലാത്ത രീതിയിലുള്ള വെല്ലുവിളികളിലൂടെയായിരുന്നു കേരള പോലീസിന്റെ അന്വേഷണം കടന്നുപോയത്. വിഷമകത്ത് ചെന്നാണ് മരിച്ചത് എന്ന് സൂചിപ്പിക്കുമ്പോഴും വിഷത്തിന്റെ യാതൊരു അംശവും ഷാരോണിന്റെ ശരീരത്തിലോ വസ്ത്രത്തിലോ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ഓർമ്മിക്കണം. എന്ന് മാത്രമല്ല, ഏറ്റവും ഒടുവിലത്തെ നിമിഷം വരെയും വിഷത്തെക്കുറിച്ചോ ഗ്രീഷ്മയെക്കുറിച്ചോ ഷാരോൺ ഒന്നും പറയാതിരുന്നതും പോലീസിനെ സംബന്ധിച്ചിട്ട് വലിയ വെല്ലുവിളിയായിരുന്നു. ഇതിനെല്ലാം ഇടെയാണ് ഷാരോണിന്റെ ആന്തരികാവയവങ്ങളെല്ലാം പൊള്ളലേറ്റ് തകരാറിലായത്. വെള്ളം പോലും കുടിക്കാൻ കഴിയാത്ത രീതിയിലായി ഷാരോൺ. ഇതോടെയാണ് കുടിച്ചത് വെറും കഷായമല്ല എന്ന സംശയം ഡോക്ടർമാർക്കും വീട്ടുകാർക്കും ഉണ്ടായത്. ഈ സമയത്ത് പോലും ഷാരോൺ ഗ്രീഷ്മയെ സംശയിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഷാരോണിന്റെ പ്രണയം അത്രമേൽ ആത്മാർത്ഥമായിരുന്നു എന്ന് പറയിപ്പിക്കാൻ തോന്നുന്നത്. പക്ഷേ ഏറ്റവും ഒടുവിൽ മരിക്കുന്ന ദിവസം രാവിലെ അതിതീവ്ര പരിചരണ മുറിയിൽ വെച്ച് ICUവിൽ വെച്ച് ഷാരോൺ തൻ്റെ പിതാവിനോട് സംഭവങ്ങളെല്ലാം പറയുകയായിരുന്നു. ഷാരോണിന്റെ സഹോദരൻ, ഒപ്പം തന്നെ ആയുർവേദ ഡോക്ടറായിട്ടുള്ള ഷിമോൺ, ആ ആയുർവേദ ഡോക്ടർ കൂടിയായ ഷിമോൺ എന്ത് കഷായമാണ് ഷാരോണിന് കൊടുത്തത് എന്ന് നിരവധി തവണ ഗ്രീഷ്മയോട് ചോദിച്ചിരുന്ന കാര്യം കൂടി ഈ നിമിഷം ഓർക്കേണ്ടതുണ്ട്. അപ്പോഴെല്ലാം തെറ്റായ മരുന്നിന്റെ കുപ്പിയുടെ ഫോട്ടോയും മറ്റും അയച്ചു കൊടുത്ത് ഗ്രീഷ്മ ഷാരോണിനെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ശ്രമിച്ചത്. കഷായം കുടിക്കുകയാണെങ്കിൽ ഒരിക്കലും മരണത്തിലേക്ക് എത്തില്ല എന്നറിയാവുന്ന ഷിമോണിന് ഈ ഒരു സംഭവത്തോടുകൂടി സംശയം പ്രബലമായി. അതുകൊണ്ടാണ് ശാസ്ത്രീയമായ രീതിയിലുള്ള അന്വേഷണം നടത്താൻ പോലീസിനോട് ആവശ്യപ്പെടാനും ഗ്രീഷ്മയുമായിട്ടുള്ള സംസാരവും മരുന്നുകളെക്കുറിച്ചുള്ള വാട്സപ്പ് ചാറ്റുകളും ഒക്കെ ഉപയോഗിക്കാനും പോലീസ് തീരുമാനിക്കുന്നത്. ഇക്കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥർ കൃത്യമായിട്ടും സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സംഭവ ദിവസം നോക്കുക, അന്ന് ഷാരോണിനെ ഗ്രീഷ്മയുടെ വീട്ടിനടുത്ത് കൊണ്ടുവിട്ട റിജിന്റെ മൊഴി അത് പോലീസ് കൃത്യമായിട്ട് എടുത്തു. ആ മൊഴി ഈ കേസിൽ വളരെ നിർണായകമായ ഒന്നായിട്ട് മാറി. പച്ച നിറത്തിലാണ് ഛർദ്ദിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ പച്ച നിറമുള്ള ഛർദി അത് ഷാരോണിന്റെ വായിൽ നിന്ന് വരുന്നത് കണ്ടുവെന്നും വളരെയധികം ക്ഷീണിതനും പരവശനുമായിട്ടുള്ള ഷാരോണിനെ വസതിയിലേക്ക് കൊണ്ടുവിട്ടത് താനാണ് എന്നും റിജിൻ മൊഴി നൽകിയിരുന്നു. ഈ മൊഴി കേസിലെ വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ഒരു കാര്യമായിട്ട് മാറി. ഇതിനോടൊപ്പം തന്നെയാണ് ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള അന്വേഷണം. അങ്ങനെ അന്വേഷിച്ചപ്പോൾ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ കണ്ടെടുക്കാൻ കഴിഞ്ഞു. ഇതെല്ലാം ചേരുമ്പോഴാണ് ഒരു ലൂപ്പ് ഹോളും ഇല്ലാത്ത പഴുതടച്ച ഒരു കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് അന്വേഷണ സംഘം എത്തുന്നത്. ഷാരോണിന്റെയും ഗ്രീഷ്മയുടെയും ഫോണുകൾ എടുത്തു. ആ ഫോണുകളിൽ നിന്ന് ഫോട്ടോകളും വീഡിയോകളും ചാറ്റുകളുമായിട്ട് നിരവധി തെളിവുകളാണ് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞത്. അപ്പോൾ ഡോക്ടർമാരടക്കമുള്ള വിദഗ്ധരുടെ അഭിപ്രായം എന്താണെന്നും കൂടി നോക്കി. അവർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, അവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യവും ഇത് കൊലപാതകമാണ് എന്ന് തെളിയിക്കാൻ പോലീസിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ കേവലം ഭക്ഷ്യവിഷബാധയേറ്റ് മരിച്ചു ഷാരോൺ എന്ന രീതിയിൽ ഒതുങ്ങിപ്പോവേണ്ടിയിരുന്ന ഒരു കേസാണ് ഈ രീതിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന രീതിയിലേക്ക് ഗ്രീഷ്മയെ എത്തിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഈ ഒരു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഗ്രീഷ്മയെക്കുറിച്ച് പറയുമ്പോൾ ഗ്രീഷ്മയ്ക്ക് 24 വയസ്സാണ്. 24 വയസ്സ് എന്ന് പറയുമ്പോൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ത്രീയായിട്ട് മാറുന്നു ഗ്രീഷ്മ എന്ന് പറയുന്നത്. ഷാരോൺ കൊലക്കേസിലെ പ്രതി ഗ്രീഷ്മ 24 വയസ്സ്, കേരളത്തിൽ വധശിക്ഷ ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ്, ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ്. പ്രായം കുറഞ്ഞ വ്യക്തി എന്ന് മാത്രമല്ല, വധശിക്ഷ ലഭിച്ച രണ്ടാമത്തെ വനിത കൂടിയാവുന്നു. കേരളത്തിൽ സ്ത്രീ കുറ്റവാളികളുടെ എണ്ണം കൂടുന്നു എന്നുള്ള വാർത്തകൾക്കിടയിൽ തന്നെയാണ് ഗ്രീഷ്മ വധശിക്ഷ നേടിയിരിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കണം. ഇതിനു മുൻപ് വധശിക്ഷ ലഭിച്ചിട്ടുള്ള വനിത ആരാണെന്ന് നോക്കാം. അവർ വിഴിഞ്ഞം ശാന്തകുമാരി കൊലക്കേസിലെ പ്രതിയായ റഫീഖ ബീവി.
റഫീഖ ബീവിക്കാണ് ഇതിനു മുൻപ് തൂക്കുകയർ വിധിക്കപ്പെട്ടിരിക്കുന്നത്. 2024 മെയ് മാസത്തിലായിരുന്നു ശാന്തകുമാരി കേസിലെ വിധി വന്നത്. നെയ്യാറ്റിൻകരയിലെ അഡീഷണൽ ജില്ലാ ജഡ്ജി AM ബഷീർ തന്നെയാണ് ഈ 2 കേസുകളിലും ശിക്ഷ വിധിച്ചത്. അന്നത്തെ കേസിൽ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് വയോധികയായിട്ടുള്ള ശാന്തകുമാരിയെ റഫീഖ ബീവി കൊലപ്പെടുത്തിയത്. ആ കേസിൽ കൂട്ടുപ്രതികളാണ് വള്ളിക്കുന്നത്ത് വീട്ടിൽ അൽ-അമീൻ, 3-ാം പ്രതി റഫീഖയുടെ മകൻ ഷഫീഖ്. ഇവർക്കൊക്കെ വധശിക്ഷ ലഭിച്ചു. കേരളത്തിൽ പക്ഷേ ഇതൊന്നും നടപ്പാക്കപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്. കേരളത്തിൽ 39 പേരാണ് വധശിക്ഷ കാത്ത് ജയിലിൽ കഴിയുന്നത്. ഷാരോൺ കേസിലെ വിധിയിൽ ഗ്രീഷ്മ കൂടി അവരുടെ പട്ടികയിൽ ചേർക്കപ്പെടുന്നതോടുകൂടി ഗ്രീഷ്മ ഈ രീതിയിലുള്ള 40-ാമത്തെ പ്രതിയായി. അങ്ങനെ കേരളത്തിൽ ഇന്ന് രാവിലെ വരെ വധശിക്ഷ കാത്ത് ജയിലുകളിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് 39 പേരാണ്. അവരുടെ കൂട്ടത്തിൽ ഗ്രീഷ്മ കൂടി വരുമ്പോൾ 40-ാമത്തെ ആളാവുന്നു വധശിക്ഷ കാത്തുകൊണ്ട്. വധശിക്ഷ പ്രഖ്യാപിക്കപ്പെട്ടാൽ, വിധിക്കപ്പെട്ടാൽ നടപ്പാക്കിയെടുക്കുക എന്ന് പറയുന്നത് കാലങ്ങളേറെ നീളുന്ന ഒന്ന് ആണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, എത്രത്തോളം നീണ്ടാലും കൊല്ലപ്പെടാൻ പോകുന്നവളാണ് താൻ, കഴുത്തിൽ കുരുക്ക് മുറുകാൻ പോകുന്നവളാണ് താൻ, കൊല്ലപ്പെടാൻ പോകുന്നവളാണ് താൻ എന്നുള്ള വിചാരത്തോടു കൂടി ഒരു പ്രതിക്ക് എങ്ങനെ ജീവിക്കാനും, എങ്ങനെ ഒരു ഉരുള ചോറ് കഴിക്കാനും, എങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം ഇറക്കാനും, എങ്ങനെ കണ്ണടച്ചൊന്ന് ഉറങ്ങാനും കഴിയും എന്നുള്ള ചോദ്യമാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നവർക്ക് ആ വധശിക്ഷാ ദിവസത്തേക്കാൾ വലിയ പീഡനമായിട്ട് ഉണ്ടാവുക എന്ന് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ 40-ാമത്തെ പ്രതിയാവുന്നു വധശിക്ഷ കാത്ത് കഴിയുന്നവരുടെ കൂട്ടത്തിൽ ഗ്രീഷ്മ എന്ന് പറയുന്നത്. ഈ വാർത്ത അനുനിമിഷം അവസാനിപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ നമ്മുടെ വിചാരങ്ങളെ പ്രകോപിപ്പിക്കുന്ന ഒന്നാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം ഇതിന് സമാനമായിട്ടുള്ള ഒരു കൊലപാതകം മലയാളി കണ്ടിട്ടില്ല. രക്തരൂഷിതമല്ല ഈ കൊലപാതകം. കത്തിക്കുത്തേറ്റ് ചോരയിൽ കുടൽമാല പിളർത്തി കിടക്കുന്ന ദൃശ്യങ്ങളൊന്നും ഈ കൊലപാതകത്തിലില്ല. മറിച്ച് ആസൂത്രണം ചെയ്ത് കൃത്യമായി നടപ്പാക്കി കൊല്ലണം എന്നുള്ള വിചാരത്തോടുകൂടി നടപ്പാക്കപ്പെട്ട ഒരു കൊലപാതകം എന്നുള്ള നിലയ്ക്കാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വിധി വന്നപ്പോൾ എൻ്റെ പൊന്നുമോന് നീതി, ദൈവം നീതിമാനായ ഒരു ജഡ്ജിയുടെ വേഷത്തിൽ ഇറങ്ങി വന്ന് വിധി പറഞ്ഞുവെന്ന് ഷാരോണിൻ്റെ അമ്മ കോടതി വളപ്പിൽ പൊട്ടിക്കരഞ്ഞ് പറഞ്ഞത്. നിഷ്കളങ്കനായ എൻ്റെ പൊന്നുമോൻ്റെ നിലവിളി ദൈവം കേട്ടു. ബൈബിളിൽ പറയുന്നത് പോലെ എൻ്റെ മകൻ്റെ രക്തത്തിൻ്റെ നിലവിളി, തെരുവിൽ എൻ്റെ മകൻ്റെ രക്തത്തിൻ്റെ നിലവിളി കേൾക്കുന്നില്ലേ, ആ നിലവിളി കേട്ടു എന്നുള്ളതാണ് അമ്മയുടെ വാക്കുകളിൽ പറയുന്നത്. വിധിയിൽ സംതൃപ്തരാണ് എന്നാണ് ഷാരോണിൻ്റെ അമ്മ പറഞ്ഞിരിക്കുന്നത്. അവർക്ക് പല സമയത്തും വാക്കുകൾ മുറിഞ്ഞു പോകേണ്ടി വന്നു പൊട്ടിക്കരയുമ്പോഴും. എങ്കിലും മകൻ്റെ കൊലപാതകത്തിൽ നീതി ലഭിച്ചതിൽ സംതൃപ്തരാണ് എന്നാണ് കുടുംബാംഗങ്ങളും അമ്മയും പറയുന്നത്. അവർ നീതിമാനായ ജഡ്ജിക്ക് 1000 നന്ദിയെന്ന് നിറകണ്ണുകളോടെ പറഞ്ഞുകൊണ്ടിരുന്നു. പ്രോസിക്യൂഷനും പോലീസിനും നന്ദി പറയുന്നുവെന്നും അവർ പറഞ്ഞുകൊണ്ടിരുന്നു. ഇതിൽ ജഡ്ജി നീതിമാനാണോ അല്ലയോ എന്നുള്ളതല്ല വിഷയം. വസ്തുതകളും തെളിവുകളും സാഹചര്യ തെളിവുകളും ദൃക്സാക്ഷിമൊഴികളും എല്ലാം ചേരുമ്പോഴാണ് ഒരു വിധി പൂർണ്ണമാവുക. ആ വിധി ഒരു പക്ഷേ പ്രതിക്ക് അനുകൂലമായേക്കാം, ഒരു പക്ഷേ ഇരകൾക്ക് അനുകൂലമായേക്കാം. അത് ഇരകൾക്ക് അനുകൂലമാവുമ്പോൾ മാത്രം നീതിമാനായ ജഡ്ജി എന്നും പ്രതിക്ക് അനുകൂലമാവുമ്പോൾ നീതിരഹിതനായ ജഡ്ജി എന്നും വിശേഷിപ്പിക്കുന്നത് ശരിയല്ല എന്ന കാര്യം കൂടി ഈ ഘട്ടത്തിൽ ഓർമ്മിക്കേണ്ടതുണ്ട്. ഷാരോൺ അനുഭവിച്ചത് വലിയ വേദനയാണെന്നും ആന്തരികാവയവങ്ങളൊക്കെ അഴുകിയ നിലയിലായിരുന്നുവെന്നും നിരീക്ഷിച്ച കോടതി സമർത്ഥമായിട്ടുള്ള കൊലപാതകമാണ് നടന്നത് എന്ന് വിധി പ്രസ്താവത്തിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇത്തരം കേസിൽ പരമാവധി ശിക്ഷ നൽകരുത് എന്ന് നിയമമൊന്നുമില്ല എന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് 48 സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വിധിച്ചിരിക്കുന്നത് എന്ന കാര്യം കൂടി ഈ നിമിഷം പ്രാധാന്യത്തോടു കൂടി നാം ഓർക്കേണ്ടതുണ്ട്. എന്തായാലും ഈ ഒരു വിധി എന്ന് പറയുന്നത് കേരളത്തിലെ കുറ്റവാളി മനസ്സുള്ള നിരവധി പേർക്ക് ഒരു പുനരാലോചനയ്ക്ക് ഇടയാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ വിധി വന്നതിന് ശേഷം പല കോണുകളിൽ നിന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങൾ എന്ന് പറയുന്നത്. കേരളത്തിൽ ലോകത്തെങ്ങും സാമൂഹ്യ മാധ്യമങ്ങളുടെ വളർച്ചയോടുകൂടി കൊലപാതകത്തിന് പുതിയ രീതികൾ പലരും പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെ പിടിക്കപ്പെടാതെ കൊലപാതകം നടത്താം എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ആ രീതിയിലുള്ള ഉത്തരങ്ങൾ കിട്ടുന്ന ഒരു കാലഘട്ടമാണ് ഇത് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എങ്ങനെ സമർത്ഥമായി കൊലപാതകം ചെയ്യാം, ഒരു തുള്ളി രക്തം വിറ്റിക്കാതെ എങ്ങനെ കൊലപാതകം നടത്താം എന്നതടക്കമുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്ന സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ ഉണ്ട്.
അതുപോലെ ഡാർക്ക് നെറ്റ് പോലെയുള്ള ഇന്റർനെറ്റിന്റെ നിഗൂഢ കേന്ദ്രങ്ങളിലേക്ക് പോയാൽ ആ രീതിയിൽ കൊലപാതകം ചെയ്യാൻ കഴിയുന്നത് പഠിപ്പിച്ചു കൊടുക്കുകയും അതിന് പണം വാങ്ങുകയും ചെയ്യുന്ന ക്രിമിനൽ മനസ്സുള്ള വ്യക്തികളുടെ കൂട്ടങ്ങളുമുണ്ട്. ഇവരെല്ലാം ഉള്ള ഒരു കാലഘട്ടത്തിൽ ആണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം കേസുകളിൽ പ്രതിയാക്കപ്പെടുന്ന വ്യക്തി കുറ്റവാളിയാണ് എന്ന് തെളിഞ്ഞാൽ പരമാവധി ശിക്ഷ നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറണം എന്ന് സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇതാണ് ഈ നിമിഷങ്ങളിൽ ഗ്രീഷ്മയുടെ വധശിക്ഷ വാർത്ത പുറത്തു വരുന്ന നിമിഷങ്ങളിൽ പങ്കുവയ്ക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.